ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമ്മളുടെ ഒരു ക്രിസ്മസ് ഡേ വ്ളോഗാണ്. ഇന്ന് 25th ഡിസംബർ. ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ചിട്ടുള്ള മൂന്നാമത്തെ ക്രിസ്മസ് ആണ്. ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കേക്കൊന്നും വാങ്ങിയിട്ടില്ല. കേക്കൊക്കെ വാങ്ങാനൊന്നും പോകണം. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ പറഞ്ഞ ഉച്ചയായി. രാവിലെ ജിമ്മിന് കൊണ്ടുവരുന്നു. പക്ഷേ രാവിലെ പോകണമെന്ന് വിചാരിച്ച്, പക്ഷേ വൈകുന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ വൈകുന്നേരം ജിമ്മിന് പോണം. ക്രിസ്മസിന് വരെ ജിമ്മിന് പോകുന്ന ആൾക്കാർ ഞങ്ങൾ മാത്രമായിരിക്കും വിചാരിക്കും. പോകുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പൊ നമ്മളത് പുറത്തുനിന്ന് ഫുഡ് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. രാത്രിയത്തേക്ക് ഉച്ചക്കത്തേക്ക് നമ്മൾ മഷ്റൂം റൈസ് ഉണ്ടാക്കും. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സംഭവം. ഈസി ആണ് ടു കുക്ക്, ഹെൽത്തി ആൻഡ് ഇറ്റ്സ് ഗുഡ്. അപ്പൊ നമ്മളുടെ ക്രിസ്മസ് ഡേയിലോട്ട് നമുക്ക് കിടക്കാം. അതെ, നമ്മൾ രാവിലെ തന്നെ ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ശരിക്കും കട്ട് ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങി ഈ ഒരു ഇതില് നമുക്കൊരു ബാക്ക് ഓർ ഫ്രണ്ട് നമുക്കൊരു 90 രൂപക്ക് ഇത് ഇങ്ങനെ ഒരു സാധനം കിട്ടും കേട്ടോ. ഇതിൽ നിറച്ച് ഫ്രൂട്ട്സ് ആയിരിക്കും, ഡിഫറെന്റ് വെറൈറ്റീസ്. അപ്പൊ അതൊക്കെ കൂടെയാണ് നമ്മള് അതൊന്നുകൂടെ കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ആക്കിയിരിക്കുകയാണ് ഗൈസ്. ഇന്നലെ നമുക്ക് രാവിലെ ഇത് തന്നെയായിരുന്നു. പക്ഷെ രാവിലെ ഇന്നലെ ഉണ്ടാക്കിയത് ഞാനാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഞാൻ ചോപ്പ് ചെയ്ത് ഇവിടെ ചോപ്പ് ചെയ്തില്ല. ഇവിടെ ഇത് ഐസ്ക്രീം അല്ല, ഇത് തൈരാണ്. ആക്കി തൈര് ഇട്ടിട്ടില്ല. നമ്മൾ കുറച്ച് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ടൈംസ് നമ്മൾ കൺട്രോൾ പോകും മനുഷ്യന്മാരല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പുറത്തുനിന്ന് വാങ്ങാന്ന് വിചാരിച്ചത്. അല്ലെ കുട്ടാപ്പി? ഫുള്ള് ഇടല കേട്ടോ. നമ്മൾ നട്ട്സും ഡേറ്റ്സും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ സമയം 1 മണി ആവാനായി. 1 മണിക്ക് 1/2 മണിക്കൂർ 12:30. ഉച്ചക്ക് അതുണ്ടാക്കണം. അപ്പൊ ഇപ്പൊ എന്തായാലും വയറിറച്ച് കഴിച്ചാൽ പിന്നെ ഉച്ചക്ക് നമുക്ക് ഉണ്ടാക്കാൻ മടിയുമാവും. അതുപോലെ തന്നെ പെണ്ണിച്ച് നമുക്ക് വരണ്ടാക്കാനുള്ള ഒരു എനർജിയും ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ സിമ്പിളായിട്ട് ഇതാണ് നമ്മുടെ ക്രിസ്മസിന്റെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ കുറച്ച് പൗഡർ ഇടും കേട്ടോ. പൗഡർ എന്ന് പറഞ്ഞാൽ മൊത്തം പൗഡറല്ല, നമ്മുടെ കുരുമുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടും. റമദാന് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി തരും. അപ്പൊ ഞങ്ങളോട് പറയും, ഇവള് ഇതില് കുരുമുളകും ഇത് ഓവർ ഇടിപ്പിക്കൂല. മധുരമല്ല, കുറച്ച് മധുരം ഇടും. ചില ആൾക്കാര് ചാട്ട് മസാല ഇടും അല്ലേ? ഇന്നലെ ഞാൻ ഒറിഗാനോ ഇട്ട് തന്നത് അറിഞ്ഞ? ഒറിഗാനോ? വാട്ട് ദ ഹെൽ? സീരിയസ്ലി? അങ്ങനെ പോയാൽ നമ്മൾ എന്തൊക്കെ ഇവിടെ തിന്നേണ്ടി വരും. മുളകും പൊടി വരെ ഒളിട്ട് തരും. ഞാൻ കുരുമുളക് പൊടി ഇത് ഉപ്പിട്ട് കളിക്കുന്നു. നമ്മള് ക്രിസ്മസ് ആയിട്ട് ബ്രോഡ്വേ പോയായിരുന്നു കേട്ടോ. അപ്പൊ അതിന് നമ്മൾ യേശു ക്രിസ്തുവിനെ വാങ്ങി. ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എത്രാമത്തെ പ്രാവശ്യം അത് നമ്മള് ലൈവിലാ കാണിച്ചു തന്നു. പിന്നെ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ട്ടാ. ഇവിടെ കത്തും സാധനം. ഇത് കത്തുള്ള അതിന്റെ ലൈറ്റ് പോയി. അതോ എനിക്ക് ഒന്ന് ബാറ്ററി പോയതാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ ലിയോപ്പനെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഗിഫ്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് ഞങ്ങൾ പാക്ക് ചെയ്ത രണ്ടാളെ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാണാണ്ടാണ് ഞങ്ങൾ വാങ്ങിയത്. പക്ഷെ ഒരേ കടയിൽ നിന്നാണ് വാങ്ങിയത്. എൻ്റെ ഗിഫ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട് കൊടുക്കാനുള്ളത്. അവളുടെ അവളപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി വെച്ച് മാറിപ്പോണ്ടെന്ന് വെച്ചിട്ട് ആണ് സംഭവം. അത് പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അല്ലേ ബേബ്? യെസ്, നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിട്ട് ഇരിക്കും. കാണാൻ ചീത്ത പറയണോ? പിന്നെ ഇന്നലെ നമ്മൾ ഉറങ്ങാൻ നേരത്തെ ലേറ്റ് ആയതുപോലെ തന്നെ ഇതിൽ ചിക്കൻ കറിയാണ് തുറന്ന് കാണിച്ച് നിങ്ങൾ അളിയിപ്പിക്കുന്നില്ല. അത് കേടായി. അതിനിപ്പോ വേസ്റ്റിലെടുത്ത് ഇടണം. അതാണ് ഇനിയിപ്പോ ഒരു പണി. തുറന്നിട്ട് ഭയങ്കര മണം. കേടായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കിയത്. അപ്പോൾ ആകെ പ്ലിങ് ആയി പോയി. ആരാണ് അത് ഫ്രിഡ്ജിൽ വെക്കാണ്ടിരുന്നത്? ഞാൻ. നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ട്. ഭയങ്കര റെസ്പോൺസിബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. നമുക്ക് ഫ്രൂട്ട് സാലഡിന്റെ കൂടെ കോട്ടിങ് വരെ നമുക്ക് തന്നിട്ടുണ്ട് പാത്രത്തിന്റെ. അതിനെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ കോട്ടിംഗ് ഒന്നും തന്നിട്ടില്ല. ഞാൻ മിക്സ് ചെയ്യുന്നതാണ്. ഒബ്വിയസ്ലി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് കോട്ടിംഗ് ഒക്കെ സ്പ്രെഡ് ആവും. സ്പ്രെഡ് ആവും. അത് പീനട്ട് ബട്ടർ സ്പ്രെഡ് ആവാൻ. പേരൊക്കെ ഇട്ടിട്ടില്ല കേട്ടോ. പേരൊക്കെ കടിച്ചു വെച്ച് തിന്നാനൊരു ബുദ്ധിമുട്ട്. കാരണം 45 വയസ്സായതുകൊണ്ട് പല്ലിന്റെ ബലമൊക്കെ പോയി. ബുദ്ധിമുട്ടല്ല, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നമുക്ക് പ്രായമായതുകൊണ്ട് തന്നെ ഞാൻ അത് ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ സാധനം കണ്ട വടിവേലുവിൻ്റെ ഇട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാനുള്ളത്. ഇടക്ക് ഇതെടുത്ത് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നല്ലോണം വെച്ചതായേക്ക് കണ്ട. ഇതാണ് ഇവിടുത്തെ ഇത്. എനിക്കിവിടെ പേടിയാണ്. ഇവിടെ അനങ്ങാനൊക്കെ തന്നെ പേടിച്ചാണ് ജീവിക്കുന്നത് ഗൈസ്. ചരടൊക്കെ കെട്ടിയിട്ടുണ്ട് അരയില്. കാണിച്ചു തരാൻ പറ്റൂലല്ലോ പേടിയുടെ.
നല്ലതാണോ? എനിക്ക് ഫ്രൂട്ട് വേണ്ടാന്ന് പറഞ്ഞിരിക്കണ്ടായിരുന്നു പാവം. എന്നിട്ട് ഇപ്പൊ നല്ലതാണ്. അല്ലാണ്ട് എന്ത് പറയാൻ. ഹായ് ഗായ്സ്, മെരി ക്രിസ്മസ്, മെരി ആൻഡ് എക്സ്മസ് ക്രിസ്മസ്. നമ്മളങ്ങനെ തീറ്റ കഴിഞ്ഞിട്ടാ, തീറ്റ കഴിഞ്ഞ് നമ്മടെ തീറ്റ അല്ല, ഫുഡ് കഴിഞ്ഞു. ഫുഡ് കഴിഞ്ഞു ഗായ്സ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐസ്ക്രീം ഒക്കെ ഇട്ട പോലെ വിചാരിച്ച് തിന്നാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഗ്രീക്ക് കണ്ടിട്ട് തിന്നാല്. And now we are going to buy പ്ലമ്മി കേക്ക്. നമ്മൾ ഇന്നലെ ശരിക്കും കുറെ നോക്കിയായിരുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു കേക്ക് കിട്ടാനായിട്ട്, പക്ഷെ അത് കിട്ടിയില്ല. നമ്മള് കുറെ വിളിച്ചന്വേഷിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കേക്ക്. എന്നിട്ട് ഇന്ന് അവർക്ക് ശരിക്കും ഇല്ല കട. അപ്പൊ നമുക്ക് വേണ്ടിട്ട് തുറന്നു തരാൻ പറഞ്ഞിട്ടോ. നമ്മളങ്ങനെ കരിക്ക് വാങ്ങിയിട്ടാ കഴിക്കും. കരിക്ക് വാങ്ങി പ്ലം കേക്കും നമ്മൾ വാങ്ങിയിരിക്കുന്നു. നമുക്ക് നമ്മളുടെ വീട്ടിൽ പോകും. നമ്മളെ കൊണ്ടുവന്ന് അവിടുത്തെ സ്ട്രോ കൊള്ളൂലായിരുന്നു, എന്തോ മാതിരി ഇരിക്കുന്ന സ്ട്രോ ആയിരുന്നു. അപ്പൊ നമ്മളത് നേരെ വീട്ടിലോട്ട് വാങ്ങിയിട്ട് വന്ന് കരിക്ക് അവിടെ വന്നിട്ട് കുടിക്കാന്ന് വിചാരിച്ചിട്ടെ. പൊട്ടിച്ച് കൈ ഉണ്ടാവുന്ന എന്നിട്ട് ഇവക്കാണെങ്കിൽ ആ സ്ട്രോയിൽ തന്നെ കുടിക്കണം. എന്ത് ചെയ്യാൻ? എനിക്ക് ആ സ്ട്രോയിലൊന്നും കുടിക്കണ്ട. ഞാനാണ് ഈച്ചകളെ കണ്ടത്. ഈച്ചകളെ കണ്ടിട്ട് ഈച്ചകൾക്ക് ഉമ്മോടത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. എന്റെ പൊന്നീച്ച എന്റെ വീട്ടിൽ കളയും. വേസ്റ്റിലിടാ. വേസ്റ്റ് ഒന്നേതൊക്കെ എത്ര കിട്ടിയിട്ടാ നോട്ട് വർക്കിംഗ്. വേവിച്ചത് ഞാൻ മര്യാദക്ക് പറഞ്ഞതാണ്. ഈ സാധനം എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു. ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ പറ്റും? നോ, പറ്റൂല. ഞാൻ ഇപ്പൊ കാണിച്ചു തരുവേ. ഇല്ല, ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാക്കി ഇതിനേക്കാളും. അതാ ഞാനിങ്ങനെ ഒഴിച്ചത്. ഇതന്നെ ചെന്തും ഗ്ലാസ്സിലേക്ക് ഒഴിച്ച. ഇത് ചെന്തും ഗ്ലാസ്സിലോട്ട് ഒഴിച്ചായിരുന്നാ? ചിന്തിയാ? ഇല്ല, ചിന്തിയല്ല. ഫുള്ള് പിന്നെ കടലായി മാറി. നമ്മുടെ ഇന്നത്തെ പ്ലിങ്ങത്തിയാണ് ഇവിടെ മെറൂൺ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ പ്ലിങ്കു? നല്ല മധുരം ഉണ്ട്. ആണോ? നമ്മള് മിക്ക ദിവസങ്ങളിൽ കരിമ്പ് കുടിക്കും കേട്ടോ. ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലല്ലേ ബേബി? കരിമ്പ് നമ്മളെ ഒരു ദേശീയ ഡ്രിങ്ക് ആണ്. നമ്മളെപ്പോഴും കുടിക്കും, എല്ലാ ദിവസവും കുടിക്കും. ദിവസവും അത്രക്ക് വേണോർന്നാ? അല്ല, നമുക്ക് പറ്റുന്ന എല്ലാ ദിവസവും നമ്മൾ കുടിക്കാറുണ്ട്. നല്ലൊരു ഇതാണ്. നമ്മള് കഴിക്കുമ്പോ തന്നെ സാധാ കരിമ്പല്ല കേട്ടോ, പല പല ഇതിൽ മിക്സ് ആയിട്ടുള്ള കരിമ്പ് ഇപ്പൊ കിട്ടും. കോക്കനട്ട്, അതുപോലെ തന്നെ പോമഗ്രാനൈറ്റ്, പേരക്ക, ഇതെല്ലാം ഉണ്ട്. നമ്മളെ ഫേവറേറ്റ് ഏതാണ്? കോക്കനട്ട്. നമ്മളത് കോക്കനട്ട് ആണ് ഫേവറേറ്റ്. ലെറ്റ്സ് ഡ്രിങ്ക്. എനിക്ക് ചിയേഴ്സ് ഇല്ല രമണ. ചിയേഴ്സ്. കുടിക്കുന്നതോ എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ കുടിക്കുന്നത് എടുത്തേക്കുന്നത്. എല്ലാരും ഒന്ന് കാണൂ ഇപ്പോൾ കുടിക്കുന്നത്. നോക്കൂ. ഓ, മറ്റേ എന്താ പറയാ, ഒരു ഇതില്ലേ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ. എന്താ പറയാ, എന്താ ഇൻസ്റ്റന്റ് ഫോട്ടോ. കാൻഡിഡ് വീഡിയോ ഒക്കെ തരാൻ നോക്ക്. ഞാൻ എടുത്തിരിക്കുന്നു നിന്റെ ഫോട്ടോ. ഇപ്പൊ നമ്മള് മഷ്റൂം റൈസ് ആണ് ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 2 പുഴുങ്ങിയ മുട്ടയും കൂടെ എടുക്കാന്ന് വിചാരിച്ച്. പിന്നെ നാളെ മഷ്റൂം നന്നാക്കാം. ചിരിച്ചാട്ട് ഇതുണ്ടോ, ഇതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ പോക്കി കിട്ടിയിട്ടാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. നമ്മുടെ മഷ്റൂം റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഇത് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതിൽ കാണിച്ച് വലിപ്പിച്ചില്ല. പിന്നെ 2 മുട്ടയും വെച്ചു. പ്രോട്ടീൻ. നമ്മുടെ ബീട്രൂട്ട് കറിയായിരുന്നു, പക്ഷെ അതിപ്പോ നമ്മൾ അച്ചാറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബീട്രൂട്ട് ആക്ച്വലി ഞാൻ അച്ചാർ ഉണ്ടാക്കിയത് കേട്ടോ. അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ അത് കറിയല്ല. അല്ല, മോള് മാതിരി ഉണ്ടാക്കിയിട്ട് എന്നോട് അച്ചാർ പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞല്ലേ. ഇതാണ് നമ്മളെ ചെമ്മീൻ അച്ചാർ. ഈ അച്ചാർ കണ്ടാൽ വെള്ളം ഊറുന്നുണ്ട്.
നമ്മൾ മുന്നേ യൂസ് ചെയ്തത് മാങ്ങാച്ചാറായിരുന്നു കേട്ടോ. ഇപ്പൊ ഫോർ എ ചേഞ്ച് ചെമ്മീനാക്കി. ടേസ്റ്റി നേബിൾസിന്റെ അച്ചാർ നല്ലതല്ലേ? സോ ലെറ്റ്സ് ഡു ഇറ്റ്. വേണ്ടല്ലോ, എനിക്ക് വേണം. യു ആർ നോട്ട് എ അച്ചാർ പേഴ്സൺ, സോ ഐ തോട്ട്. പക്ഷെ എനിക്ക് മീനിന്റെ ഇഷ്ടം. ഓ, അതറിയില്ല അല്ലേ? യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് മീ. അതെ അതെ അതെ, ഐ ഡോണ്ട് നോ എനിത്തിങ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ മുന്നേ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഓക്കെ, കയ്യിൽ ഓളിങ്ങനെ സൂക്ഷിച്ച് നോക്കുക, കയ്യിലെവിടെയെങ്കിലും തട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഓളടിക്കും. ഓക്കെ, ചോറനാ തുറക്കാണ്ടാ വളർത്തുന്നത് വെറുതെ. ഓക്കെ, ഇത് ആക്ച്വലി എനിക്ക് കയ്യിലോണ്ട് എടുക്കാൻ കുറച്ച് പേടിയുണ്ട്. മണമൊക്കെ ഉണ്ട് അല്ലേ? ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞൂടാ. എനിക്ക് മണം കിട്ടില്ല, കൊറോണ കമ്മിയാർ ചപ്പൊക്കെ ഇട്ടിക്കുന്നു. പോണ്ടാച്ചി, പിന്നെ വാ. നമ്മൾ ഒരു വ്ളോഗൊക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ പോവാ. ഹൗ ഈസ് ദ റൈസ്? കാൻഡിഡ് അല്ലേ? എന്ത് കാൻഡിഡ് അല്ലേ? കാൻഡിഡ്. ചൂടോടുകൂടി കഴിക്കുമ്പോ ചൂടില്ലാണ്ട് കഴിക്കുമ്പോഴോ? ഇല്ല, എന്നാലും നല്ലതാണ്. ഇപ്പൊ ചൂടോടുകൂടി കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ്. ആ മീനച്ചാറും കൂടെ വരുമ്പോഴേ. അപ്പൊ ബീട്രൂട്ട് നല്ലതാണ്. ഓക്കെ, ബീട്രൂട്ട് ഭയങ്കര നല്ലതാണ്. ബ്രേക്കപ്പ്. ഇവിടെ ഇന്ന് പാത്രം കഴുകാൻ പോകുന്നത് ആരാണ്? എന്താണ് മോളെ? ഓക്കെ ഓക്കെ ഓക്കെ, ഐ സ്പെയർഡ് യു. പാത്രം കഴുകിട്ട് എന്താ പ്ലാന്? പാത്രം കഴുകിയില്ല, വേസ്റ്റ്. പാത്രം കഴുകിയിട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. നമുക്കല്ല, ഞാൻ ഇവളുടെ ഫോട്ടോഷൂട്ട്. ഐ ജസ്റ്റ് വാണ്ട് ടു സീ ഹൗ ഇറ്റ് വിൽ ടേൺ ഔട്ട് ടു ബി. അതെ, ഫോട്ടോ പോലും നേരാവില്ല. ഒരു ഫോട്ടോ പോലും ലാസ്റ്റ് ഞാൻ കരയും. ഇല്ല, നമുക്ക് നോക്കാം. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്, അപ്പൊ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മള് മിന്ത്രേന്ന് മൂട് പോയി പാത്രം കഴിയാം. ഇപ്പൊ നമ്മള് മിന്ത്രേന്ന് ഡ്രസ്സ് വാങ്ങിട്ട് അത് വന്നിട്ട് ഗിഫ്റ്റ് പോലെ ഇങ്ങനെ പൊതിയാൻ നോക്കി. പക്ഷെ അത് പൊതിഞ്ഞ 35 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നിരുന്നു. അപ്പൊ ഇങ്ങനെ പാക്ക് ചെയ്ത് ഒരു റൈറ്റപ്പ് ഉണ്ടായിരുന്നു, ലെറ്റർ പോലെ ചെറുത്. അപ്പൊ അതൊക്കെ നല്ലതിൽ വരുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ സാധാ ഇങ്ങനെ വന്നത് തന്നെ വന്നത്. ബില്ലും ഞങ്ങൾ നോക്കിയ ലെറ്റർ എടുത്തു നോക്കിയപ്പോ 35 രൂപ പോയി. 35 രൂപയും പോയി. ബില്ലിലാണ് ആ ഒരു ചെറിയ റേറ്റ്. അപ്പൊ അത് വേണേ നമുക്ക് തന്നെ എഴുതിയിടാവുന്നതേ ഉള്ളൂ അല്ലെ. 35 രൂപന്റെ താഴെ ആവുള്ളൂ. ഓക്കെ, നമുക്ക് ഒന്ന് ജസ്റ്റ് ചെറിയൊരു ക്ലീനിങ് ഒക്കെ ഉണ്ട്. ആണല്ലേ? എന്താ പൊട്ടിക്കുന്നു? ഇതാണ് ഒരു ഉഡായിപ്പ് ക്ലീനിങ്. നമ്മൾ ടെറസിലോട്ട് കുറച്ച് വീഡിയോ എടുക്കാനുണ്ട്. ഇതാ നമ്മുടെ പൂൾ. ഇല്ല, ഇപ്പൊ ചാടുന്നില്ല. നമ്മള് വീഡിയോ എടുത്തിട്ടോ. എന്ന് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു, എനിക്കും ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇന്ന് ഭയങ്കര ക്ഷീണം, എന്താ അറിയില്ല. അപ്പൊ ഇന്ന് നമ്മളിത് കഴിഞ്ഞിട്ട് ഇന്ന് ജിമ്മിലും പോണം. അപ്പൊ ഇന്നലെ തൊട്ടൊരു ക്ഷീണം പിടിച്ചേക്കണേ. ഫ്രൈഡ് ചീപ്പൊക്കെ ആയിട്ടാ വന്നേക്കണം നമ്മള്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ കേക്കും നമ്മുടെ ഗിഫ്റ്റും അങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ളതൊക്കെ. അതിനുശേഷം നമ്മൾ താഴത്തുനിന്ന് ചെയ്യും. താഴത്തുനിന്നല്ല, ഇവിടെ ലൈറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. ക്രിസ്മസ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും കൂടെ ഒത്തുചേരലാണോ അതോ നിങ്ങൾ സോളോ ആയിട്ടാണോ ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്നൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. നമ്മളും കാണട്ടെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്.
സൺകിസ്റ്റ് സണ്ണിനെ ചീത്ത പറയാത്ത എന്തോ ഭാഗ്യവർക്ക് തീരെ സണ്ണ് ഇഷ്ടമല്ല. അങ്ങനൊന്നുമില്ല കേട്ടോ, എനിക്ക് ഈവനിങ് സൺ ഇഷ്ടമാണ്, ഏർലി മോർണിംഗ് സണ്ണും ഇഷ്ടമാണ്. അല്ലാണ്ട് പക്ഷെ ബേബി കൊള്ളൂല. ബേബി അതിന് എന്നോട് തർക്കിച്ച് നമ്മൾ എപ്പോൾ സൺ എക്സ്പോഷർ എടുക്കുകയാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് എടുക്കാവോ, അതില്ലാണ്ട് നമുക്ക് എടുക്കാൻ പാടില്ല. അങ്ങനെയല്ല ബേബി പറഞ്ഞത്, സണ്ണ് കൊള്ളുന്നതേ കൊള്ളൂല എന്ന് പറഞ്ഞത്. എന്നിട്ട് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ എനിക്ക് ആക്ച്വലി ഇഷ്ടമല്ല. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ വിറ്റാമിൻ ഡി തീരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന് ആഴ്ചയിൽ മരുന്നെടുക്കേണ്ടി വന്നായിരുന്നു 2 പേർക്ക് കൂട്ടാ. അപ്പൊ അങ്ങനെ എന്തുന്നത് ഇന്ന് മരുന്ന് വെച്ചില്ലേ മോള്? സോ വാട്ട്, നമുക്ക് ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 പേരും വേറെ വേറെ ചീപ്പായി യൂസ് ചെയ്യുന്നത്. ഡാൻഡ്രഫ് നമ്മൾ മാറ്റാൻ നോക്കുകയാണ്. നോക്കട്ടെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. നമ്മളും പരീക്ഷിച്ച് നോക്കിയ ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാട്ടോ. നമ്മളും അത്യാവശ്യം ചെറുതൊക്കെ നോക്കിയായിരുന്നു. വെളിച്ചെണ്ണ ഇട്ടിട്ടുള്ള പരിപാടി അമങ്ങിയിരിക്കുള്ളൂ, അല്ലാതെ പോവില്ല. വെളിച്ചെണ്ണ ഈസ് നോട്ട് അറ്റ് ഓൾ എ റെമഡി ഫോർ ദിസ് സ്റ്റുപ്പിഡ് ഡാൻഡ്രഫ്. നമുക്ക് ഉള്ളിനീര് ഇട്ട് നോക്കിയിരുന്നു, ഒരു എന്താ പറയാ ആഴ്ചയിൽ 2 ദിവസം ഒന്നും കൂടുന്ന അങ്ങനെ ഒരു ഇട്ട് നോക്കിയിരുന്നു. പക്ഷെ അത് നമ്മള് ഈ പനിയും ചുമയൊക്കെ ഉള്ളപ്പോ നല്ല തണുത്തത് തലയിൽ ഇടണം, അപ്പൊ ഒന്നും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഇത് ആരോ ഒന്നാക്കാൻ വേണ്ടിട്ട് പറയാണ്. ആരോ ഒന്നുമല്ല മോളെ, ഞാനിവിടെ നമ്മൾ അടിയാർന്ന്. ഇവള് നമ്മൾ ട്രിപ്പിന് പോയി വന്നതിന് ശേഷം ഇത്തിരി വയ്യാണ്ടായിരുന്നു, ത്രോട്ട് ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒരു സംഭവം. പനിയൊന്നും ആയില്ല, പക്ഷെ ഞാൻ പനി പ്രതീക്ഷിച്ചിരുന്നായിരുന്നു കേട്ടോ. പോയി വന്നതിൻ്റെ ഒരു ക്ഷീണത്തിൻ്റെ. അപ്പം ഞാൻ പനി വരും എന്നിട്ട് അടുത്ത ദിവസം എനിക്ക് തലയിൽ താരം വന്നിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, ഉള്ളി ഇടാൻ പോവാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞ അന്നാ എടുത്തോ, ഞാൻ ഇട്ടുതരാം. അപ്പം അവള് ചെറുതായിട്ടൊന്ന് താരം വന്ന പോലെ എനിക്ക് ഭ്രാന്ത് പിടിച്ച് പണ്ടാറെടുക്കും. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നമുക്ക് ഭ്രാന്താണ്. താരം നമുക്ക് അപ്പം എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത നല്ല തണുത്തുള്ള, നമ്മൾ മുന്നേ അടിച്ച് ചേർന്ന് തണുപ്പുള്ളത് എടുത്ത് തലയിലടിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കൊട്ടിക്കളഞ്ഞു അപ്പം തന്നെ. എന്നിട്ട് ഞങ്ങൾ നമ്മൾ തല്ലെടുത്ത് ഓർന്നു. ഇനിയിപ്പോൾ തല്ലൊടിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ സങ്കടം തീർന്നില്ല. അങ്ങനെ അന്ന് ഇനി ഓരോന്ന് വരുത്തി വെക്കാനാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ മുഖത്ത് എന്താ ക്ഷീണം. ഇപ്പം നമ്മൾ ഡെയിലി ജിമ്മിന് പോകുന്നതുകൊണ്ട് തന്നെ നമ്മളെ മുഖത്ത് ആ ക്ഷീണം എവിടെയുണ്ട് എന്ന് ഞാൻ അവളോട് പറയായിരുന്നു. നമ്മളെ 2 ആളെ മുഖത്ത് നല്ല ക്ഷീണം കാണാനുണ്ട് കേട്ടോ. നമ്മൾ ജിമ്മ് ചെയ്യുന്നതിൻ്റെ അത് സൈഡ് എഫക്റ്റ് ആയിട്ട് മുഖത്തെല്ലാം അറിയാറുണ്ട്. പിന്നെ നമ്മുടെ ബോൺട്രക്കിൻ്റെ ട്രിപ്പ് വരുന്നുണ്ട് കേട്ടോ. 25th ആയി, ഇനി 31st January 1 ആണ്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ആ ബോൺട്രക്കിൻ്റെ ടീമിൻ്റെ. അപ്പോൾ അതിൽ നിങ്ങൾ DM ചെയ്യുക, ഡീറ്റെയിൽസ് ചോദിച്ചാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഫ്യൂ സ്ലോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒറ്റക്ക് വരണമെങ്കിൽ വരാം, ഇഷ്ടം പോലെ വരാം, ഞങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ന്യൂ ഇയർ അടിച്ച് പൊളിക്കാം. ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ക്യാമ്പിംഗ് ആയിരിക്കും കേട്ടോ, ന്യൂ ഇയറിനെ ലവ് ചെയ്യാൻ. നമ്മളല്ലെങ്കിൽ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മണാലിയിലായിരുന്നു. മണാലിയല്ല, ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് പോയി അവിടെ എത്തിന്ന് തോന്നണം അല്ലേ? മണാലിയിൽ എത്തിയെന്ന് തോന്നുന്നു. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ജീവിയും ഞാനും ഇവളും കൂടെ മണാലി, ഡൽഹി പോയി പിന്നെ മണാലി. ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ലെറ്റ് ഇറ്റ് ബി വിത്ത് ദ സ്ട്രേഞ്ചേഴ്സ്. ജീവിയും വരുന്നുണ്ട് കേട്ടോ, ജീവി, ശൈലജ, ഇളമതി ഇവരൊക്കെ വരുന്നുണ്ട് നമ്മുടെ ട്രിപ്പിന്. അപ്പൊ നമുക്ക് അവിടെ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ ആവും. ജീവിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്നൊക്കെ കരുതിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങളോട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്താണ് പരിപാടി എന്നൊക്കെ, സർപ്രൈസിൻ്റെ മാറ്റർ. അതുപോലെ തന്നെ നമ്മൾ ഈ മണാലി പോയത് പറഞ്ഞിരുന്നപ്പോൾ ഞാനും അവളും കൂടെ ട്രെയിനിൽ കയറി. നോർത്തിൽ നമുക്ക് ട്രെയിന് പറ്റൂലല്ലോ, എന്നിട്ട് ഭയങ്കര പൊട്ട ട്രെയിനായിരുന്നു. എന്നിട്ട് അതായത് നമുക്ക് പറ്റൂല ട്രെയിൻ കയറി. അത് നമുക്ക് അറിഞ്ഞൂടാ നോർത്തിൽ ഇത്ര പൊട്ട ഇതായിരിക്കും. നമ്മൾ സ്ലീപ്പർ എടുത്തത്, അത് ബുക്ക് ചെയ്ത ആള് ചർഗാവി ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്കാമിങ് ഇതായിരുന്നതിൽ നമ്മൾ പെട്ടുപോയി. എന്നിട്ട് അപ്പോൾ അയാളും പറഞ്ഞില്ലായിരുന്നു നമ്മളോട് എത്ര പൊട്ടയായിരിക്കും എന്നുള്ളതേ. അപ്പം അങ്ങനെ പോയി. നമ്മൾ നോർത്തിൽ ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നില്ല, പോയിട്ടുള്ളത് ഫ്ലൈറ്റിലായിരുന്നു നമ്മൾ പോയേക്കുന്നത് അല്ലേ മക്കളെ. ട്രെയിനിൽ കയറാതെ പിന്നെ ഒരുത്തനും നമ്മൾ സ്ലീപ്പറായിരുന്നു അതെടുത്ത് തന്നത്. ആൾക്കാർ തുപ്പിത്തൂറി എൻ്റെ പൊന്നോ. എന്നിട്ട് അത് ഇതായിട്ട് ഞങ്ങൾക്ക് പറ്റുള്ള അങ്ങനെ തേട്ടി പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള സാവകാശമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് വാങ്ങി. എന്നിട്ട് ഫുഡും കയ്യിലിരിക്കണം, ഉടച്ചോണ്ട് ഇത് കഴിക്കാൻ വേണം, വിശക്കണം. എനിക്കാണെങ്കിൽ പീരിയഡ്സും ആയി. അതോ പീരിയഡ്സുമായിട്ട് ഞാനവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കരഞ്ഞവിടെ. ഇറ്റുങ്ങൾ എൻ്റെ അപ്പുറത്ത് എന്നെ സമാധാനിപ്പിക്കാം. പോട്ടെ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും യൂസ് ചെയ്യാണ്ട് പാഡും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് നേരെ പാഡിലോട്ട് പോകുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് പിന്നെ നമ്മൾ കയറിയിട്ട് നമ്മൾ മുന്നിലോട്ട് പോയിട്ട് ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ
ഫസ്റ്റ് ക്ലാസ് അല്ല സെക്കൻഡ് ക്ലാസ് AC നമ്മൾ ചെന്ന് എന്നിട്ട് TTR വരുമ്പോൾ നമുക്ക് പൈസ എക്സ്ട്രാ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇല്ല, നിങ്ങൾക്ക് ഇവിടെ ടിക്കറ്റ് നിങ്ങൾക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ അവിടെ തന്നെ പോകണമെന്ന് പറഞ്ഞ് TTR അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണെങ്കിൽ ഞങ്ങൾ കൊന്നാലും പോയില്ല എന്നുള്ളൊരു മട്ടി. ഇയാളോടാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവില്ല. ലാസ്റ്റ് ഞങ്ങൾ ഒളിച്ചിരുന്ന് മറ്റേ കർട്ടൻ ഉണ്ടാവുമല്ലോ സെക്കൻഡ് ക്ലാസ്സിൽ. അപ്പോൾ ഞങ്ങൾ ഒരു ഇതിൽ സൈഡിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയില്ല, എത്രയോ 7-8 മണിക്കൂർ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളവിടെ ഏതൊരു മലയാളിയോ ഒരു നല്ലൊരു മനുഷ്യൻ കേട്ടോ, പുള്ളി പറഞ്ഞ് ഞാൻ അവിടെ ടീമിൻ്റെ കൂടെ, പുള്ളിക്ക് വേറെ ടീം ഉണ്ടായിരുന്നു, ഇവിടെ ഇരിക്കണം, എൻ്റെ സീറ്റ് അവിടെ പറഞ്ഞ ഒഴിവുണ്ട്, നിങ്ങൾ പോയിരുന്നോ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ പുള്ളിയുടെ സീറ്റിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക. വന്നാൽ 3 പേരും കൂടെ ഒരുമിച്ചുണ്ടായി. ആക്കാണെങ്കിൽ നമ്മളറിയാം നമ്മൾ സ്ലീപ്പറിന്ന് വന്നിട്ടുള്ളതെന്ന്. എന്നിട്ട് അങ്ങനെ ഒളിച്ചവിടെ ഇരുന്ന് ഇവള് എനിക്കും ജീവിക്കും ഇവൾക്കും സ്വന്തം ഇങ്ങനെ വാരിക്കൊടുത്ത് ഇരുട്ടത്തിരുന്ന് ഞങ്ങൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര അന്നാലോചിച്ച് പോയോ ഇപ്പോൾ വരും, വേഗം വായിൽ വെച്ചാൽ നമുക്ക് തിന്നിട്ട് ഇതാക്കാന്നൊക്കെ. നല്ല തമാശയാണ്, നല്ലൊരു മെമ്മറി. അങ്ങനത്തെ ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ ആലോചിക്കും. അത് ജീവനോടൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചിരിക്കണമായിരുന്നു. അതും വേറൊരു ഇത്, നമ്മളിതുവരെ എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് വിചാരിച്ച് ചെയ്താലല്ലോ, അപ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നിയെങ്കിലും പിന്നെ ചെല്ലുമ്പോൾ ഒരു നല്ലൊരു മെമ്മറി. അങ്ങനെ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ക്യാമ്പിലായിരിക്കും. നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങാം ലൈറ്റ് പോണതിന് മുമ്പ്. നമ്മളിത് ആ താഴത്തോട്ട് വന്നേക്കാണ്ട കേക്ക് എടുക്കാനായിട്ട് ഒരു കത്തിയും ഇതും എടുത്ത് പിന്നെ നമ്മൾ കേക്കും കൂടെ എടുത്തിട്ട് മേളിൽ പോകാമെന്ന് കരുതുക. കത്തി അവളിൽ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കത്തി മാറ്റാം. അതാട്ടോ നമ്മുടെ സാധനം. നല്ല മണം. എന്ത് വേണം? ഒരു കേക്കിൻ്റെ വേണം. എന്താ വേണം? കേക്കിൻ്റെ വേണം. ഒരു എനി സ്പെഷ്യാലിറ്റി? ഇത് എത്ര 45 ദിവസം എന്തോ ഫോറിൻ ലിക്കർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ പ്രീമിയം ആണ്. അതാണ് ഇത്ര പൈസ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കണത്. അതായത് നമുക്ക് ടേസ്റ്റ് ചെയ്തോ. എത്രയാണ്? 1000 അല്ലേ? 1000 രൂപ. ഇത് 1 kg ഉണ്ട്. ഇത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയില്ലായിരുന്നു 1 kg ഉണ്ടെന്നല്ലേ. ചെറുതാണ് കാണാൻ കേട്ടോ. നമ്മുടെ മേളിൽ ഇവിടെ ഒരു അത് 3ആയിട്ട് ആദ്യം തോന്നിയിട്ടാ, പക്ഷെ അത് സ്റ്റാറായിരുന്നു. അത് നമ്മള് എപ്പോഴും വരുമ്പോ ഇവിടെ ഉണ്ടാവലുണ്ട്. ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ എന്താ ഈ കത്തിയെടുത്തു. ഈ സാധനം ഇതൊന്നും ഈ ചെണ്ടോട്ടൊക്കെ കണ്ടിട്ടാ പടക്കമൊക്കെ പൊട്ടിക്കണ്ട്. നമ്മുടെ ക്രിസ്മസ് കേക്ക് ചെറുത് കട്ടെ. കൊതിയാവുന്നുണ്ടോ ഗൈസ്? ഹാപ്പി ക്രിസ്മസ്. അയ്യോ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പിടിച്ചോ. നൈസ്. ഹൗ ഈസ് ഇറ്റ്? എന്തൊരു ചുമയൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റ്. നല്ലൊരു ഓവർ സ്വീറ്റ്നെസ്സും ഇല്ല, എന്നാൽ എന്താ മോൾ ചെയ്യുന്നത്? ഓവർ ഒരു സ്വീറ്റ്നെസ്സും ഇല്ല, പക്ഷെ ഒരു സ്വീറ്റ്നെസ്സും ഉണ്ട്. ഞാൻ എനിക്ക് തരുവാണ്. തിന്നുന്ന തീറ്റ കണ്ടോ? യമ്മാണ് കേട്ടോ. ഇറ്റ്സ് വർത്ത് അല്ലേ? എനിക്കന്ന് നല്ല ഫ്രൂട്ട്സും എന്താ ഉണ്ണി ഒരു ചുമ? സാധാ കേക്കിന് ഒത്തിരി വ്യത്യാസമുണ്ട്. സാധനം നല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് കഴിച്ച് ബാക്കി ആ കേക്ക് അവിടെ ഉണ്ട്. 1/2 kg നല്ല ടേസ്റ്റ് ഉണ്ട്. 1 kg ഹാഫ് ഒക്കെ കഴിച്ചു പോയി. അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ഞങ്ങൾ പിന്നെ എടുത്ത് തിന്നു പോവുക. അതിന്റെ ടേസ്റ്റ് ഉണ്ടെന്ന് റമ്മായതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പക്ഷെ അത് ഒരു ഡിഫറെന്റ് ടേസ്റ്റ് തോന്നിട്ടോ. വേറെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആണെങ്കിലും എന്താ പറയാ, കുറെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് വാങ്ങി തിന്നോക്കണം, എന്താണ് ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി. സംഭവം അടിപൊളി. ഓക്കെ, സോ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് വരികയാണ്. നമ്മള് ഗിഫ്റ്റ് കൈമാറൽ, നമ്മുടെ ബർത്ത്ഡേ ക്രിസ്മസിന്റെ. അപ്പോ എന്റേത് ഇതാണ്. എനിക്ക് ലൈക്ക് 3-4 ഗിഫ്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഓൾക്ക് ഒരു 3 ഗിഫ്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്.
ഞാന് ഇന്നലെ ഇവള് മുന്നേ മിനിസോ പോയപ്പോ ഇവക്ക് പാവേന വേണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അപ്പൊ നമ്മള് വാങ്ങിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്നും എന്തായാലും അത് വാങ്ങാം. അപ്പൊ ഞാനോട് പറഞ്ഞ ഏതാന്ന് വെച്ചാൽ എടുത്തോ, എന്തായാലും ഒന്നേ അത് എടുക്കും. അപ്പൊ അത് കണ്ടെടുത്തോ, അപ്പൊ അതൊന്നും എടുത്തോ പറഞ്ഞപ്പോ അവള് പീക്കൂന് എടുത്ത്. ഇതിന്റെ പേരാണ് പീക്കു. ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഡോളാണിത്. ഇത് ഞാൻ വാങ്ങി. നമ്മളിപ്പോ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഓ വലിയ എന്തോ ഗിഫ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ക്യൂട്ട് ഗിഫ്റ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങി. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. വാട്ട് വിൽ ബി ദാറ്റ്? പീക്കൂനെ എന്നാ സൈഡിൽ വെച്ചോ. വേണ്ടാ, കാണണ്ടേ? ആണോ? ഓക്കെ, ലെറ്റ് ബി ഹിയർ. പീക്കൂനെ നമുക്ക് നാളെ കറി വെക്കാം. പീക്കു കറി കൊന്നു കളയുന്നേ. ഓക്കെ, ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് ഗസ് ചെയ്യാൻ പറ്റും ബേബിക്ക് എന്തൊക്കെയായിരിക്കും. 3 ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. 3 ഐറ്റംസ് ഇത് കൂടാതെ അവള് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ഒരു ക്ലൂ തരണം. ക്ലൂ? ഓക്കെ, ക്ലൂ താ. കണ്ണ് എന്തെന്നാ, കണ്ണ് തുറക്കരുത്. ബേബിക്ക് കയ്യിൽ പിടിക്കാൻ തരാം. ഗസ് ചെയ്തോ. ബേബിയുടെ ഗിഫ്റ്റ് സൈഡിലോട്ട് വെച്ചോ. ഇതൊന്നും ഇല്ലല്ലോ. അതിന് വെയിറ്റ് ഉണ്ട്. കണ്ണുറക്കരുത് കേട്ടാ, കള്ളത്തര കാണിക്കരുത്. സൈഡിലോട്ട് വെക്കട, ക്യാമറ കാണൂല. താഴ്ത്ത് വെക്കുന്നുണ്ട്. ആദ്യം എനിക്കിതാ. കണ്ണടച്ചോ, തുറക്കരുതേ. ഇല്ല, ആദ്യം നമ്മള് കൊടുക്കാൻ പോണത് ഈ സാധനമാണ്. ഇതെന്താ, ഞാൻ താഴത്തെ ഇത് കാണിക്കാം. ഇതാണ് ആദ്യത്തത്. നോക്കരുതേ. ഇത് മോളവിടെ കണ്ടിട്ടുണ്ടാവും. നമ്മള് മിനിസോല് നമ്മള് ഫുള്ള് കണ്ടായിരുന്നു. ഇതാണ് സാധനമൊക്കെ ഉണ്ട് നമുക്ക്. അത് ഞാൻ കാണിച്ചു കൊടുത്തു. ഓക്കെ, എനിക്ക് തോന്നുന്നത് is this a face pack or something? ഇതിലൊന്ന് പറ. ഓക്കെ, ക്രീം. ഒരു ക്രീമാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഫേസ് ക്രീം. ഉറപ്പിച്ചാ? ഉറപ്പിച്ചു. കണ്ണുറന്നോ? തെറ്റിപ്പോയി. ബോഡി സ്ക്രബ്. ഓ, മോള് വാങ്ങണം പറഞ്ഞില്ലായിരുന്നാ? നമ്മള് ന്യൂ ഇയർ ആയിട്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം, ഹെയർ കെയർ ഒക്കെ സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഷുഗർ ബോഡി സ്ക്രബ് നമുക്ക് ഉണ്ടാക്കാലോ വേറെ ഇതിടെ പേര് അല്ലേ? ഓ, ഞാനിത് വേണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അവിടെ കണ്ടപ്പോ വേണം തോന്നിയായിരുന്നാ? ഞാൻ കണ്ടില്ല. ഞാൻ ഇത് ശ്രദ്ധിച്ചു. എന്റെ കണ്ണ് ഫുൾ ഓഫ് അങ്ങനത്തെ ക്യൂട്ട് എന്താ ഡോൾസ് ഉണ്ടാണ്. ബേബിയുടെ ആദ്യത്തെ ഗിഫ്റ്റ് അതാണ്. ഓക്കെ, ഇനി അടുത്ത ബേബി എടുത്തു. ഇനി ഞാൻ തൊടാം. ഓക്കെ, കണ്ണ് ചുമ്മാ ശരിക്കും ചുമ്മാണേ. ശരിക്കും ചുമ്മണം, നോക്കരുതേ പ്ലീസ്. ഇതാണ് സാധനം. ഓക്കെ, എന്തൊട്ട് വയ്ക്കും. എന്തത് ബേബി തല്ലിക്കഴിഞ്ഞിട്ട് ടേപ്പ് കിട്ടാനാ? ബഡ്സാ? ബഡ്സ് എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കും. മൂത്ത് വെക്കണതാണോ? ഉറപ്പിക്കും. ഞാൻ ചോദിക്കുന്ന ഇത് ആക്ച്വലി ബേബിക്ക് ആവശ്യം വരും. യുനോ, മൂക്കില് വെക്കണ പഞ്ഞിയാണ്. മേക്കപ്പ്. ബ്രഷ് ആണ്. ബ്രഷ്. ഷുവർ? അങ്ങനെ ഒന്നുമില്ല മോളെ, ചീറ്റർ. എന്തായാലും ഒന്ന് ഉറപ്പിക്കും. വേറെ എന്തെങ്കിലും ഒരു ഇത് മേക്കപ്പ് റിലേറ്റഡ് അല്ലേ? മേക്കപ്പ് അല്ല, പക്ഷെ മേക്കപ്പ് ഇടുമ്പോ നമുക്ക് യൂസ് ആവും പുറത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ. വൈപ്പ്. മിറർ കൺഫേം. മിറർ. ഓക്കെ, മിറർ കൺഫേം ചെയ്താണ്. കണ്ണുറന്നോ? ഫാൻ. Did you even expect this thing? ഇല്ലല്ലോ. But you used to say, അവള് പറയല്ലേ ഇങ്ങനത്തെ ഒരു ഫാൻ ഉണ്ടായിരുന്നെങ്കിലോ. ഇത് ബാറ്ററി ആണല്ലേ? ഇങ്ങനെ കാണിക്കണ്ട. മനസ്സിലായോ? നല്ലതായിരുന്നു ബേബി. ഓക്കെ, ഗുഡ് തീരുമാനം. നൈസ്. ഇനി എന്റെ ബാറ്ററി വാപ്പ വാങ്ങി തരും. ആ ബാറ്ററിയും കൊണ്ട് നാളെ ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, അടുത്തത് ഞാൻ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ എന്തും കിട്ടിയിരുന്നെങ്കിലോ. ഒരു കൈയുണ്ട. എന്താ ഡൈപ്പറോ? ക്യാൻഡിൽ. ഉറപ്പാ? പിന്നെ മാറ്റരുതട്ടാ. ക്യാൻഡിൽ അത് പെട്ടെന്ന് കിട്ടും. ഇത് മണണ്ട എങ്ങനെയുണ്ട് നോക്ക്. ഞാൻ ക്യാൻഡിൽ പറഞ്ഞു. നൈസ്. ഞാനൊന്ന് തുറക്കട്ടെ. മസ്ക്. എനിക്ക് വീഡിയോ. ഓക്കെ, ക്യാൻഡിൽ. ഇത് മാറ്റി ഞാൻ ഇത് വെക്കും. അല്ല, ഇത് രണ്ടും വെക്കും. അതിനെ മാറ്റുന്ന അല്ല, രണ്ടും വെക്കും. അപ്പൊ നിനക്ക് വേറെ കിട്ടിയാൽ കളയല്ലേ? ഞാൻ കളയൊന്നുമില്ല. അത് കിച്ചൺ. പീക്കു മരിച്ച്. പീക്കു പോയി ഗൈസ്.
മിണ്ടാണ്ടിരി. നോ, വിൽ ബി ബാക്ക്. ഓക്കെ, ഇനി അടുത്തത് ക്ലോസ് യുവർ ഐസ്. ഒന്ന് ആക്ച്വലി എൽ ബി നോട്ട് ദാറ്റ് യൂസ്ഫുൾ. കണ്ണു തുറക്കരുത്. ഇത് എപ്പോഴും വേണം എന്ന് പറയലുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ഇപ്പൊ കള്ളത്തരം പറയുന്നത്. കുപ്പി. എനിക്കറിയാം, ഞാൻ പറഞ്ഞത് നമ്മളെവിടെയെങ്കിലും പോകുമ്പോ ചെറിയൊരു കുപ്പി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോ ചെറിയൊരു കുപ്പി ഉണ്ടായിരുന്നു. എക്സാക്ട്ലി, ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ. നല്ലതായത് സ്റ്റേ കൂൾ. ഇറ്റ്സ് നൈസ്. നല്ലതാ. ഡിഡ് യു ലൈക്ക് ഇറ്റ്? ഫാബ്രിക് നല്ലതാണ്. എനിക്ക് തരൂ, ഞാൻ അടുത്ത ഗസ് ചെയ്യട്ടെ. ഹോട്ടലിനുള്ളിൽ ഒരു ഡോള് ടൈപ്പ് ഉള്ള അല്ലല്ല, ഡോള് മാത്രം. കുപ്പിമ്മേൽ അല്ല, മൂടിമ്മേ ഒരു ഇങ്ങനെ ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ ഒരു ഡോള്, ഒരു ടെഡി ബെയർ ഒക്കെ പോലത്തെ. പക്ഷെ അതൊന്നും കൂടെ ചൈൽഡിഷ് ആയിട്ട് തോന്നി. അപ്പം യു വിൽ നോട്ട് ക്യാരി ഇറ്റ് അറൗണ്ട് ഇഫ് ഐ ടേക്ക് ദാറ്റ്. അപ്പം ഞാനത് അവിടെ വെച്ച് ഇതെടുത്തു. ദിസ് ലുക്ക് സോ സ്റ്റാൻഡേർഡ്. ഇനി ലാസ്റ്റ് സ്റ്റിക്കർ. നോ, വെയിറ്റ്. മാല അല്ലേ? അതെ. ഓക്കേ, ദാറ്റ്സ് നൈസ്. ഇഷ്ടം. ഇവിടെ ഹറാം പറഞ്ഞോളെ. The last and final gift. Yay! ഇതാണ് നിങ്ങൾക്ക് എപ്പോഴും പോകുമ്പോൾ എല്ലാരെയും നാട്ടിച്ചിട്ട് പോവാം. പെർഫ്യൂം. ഇതെനിക്ക് ആടുന്ന എടുത്തപ്പോ എനിക്ക് നല്ല സ്മെല്ലായി തോന്നുന്നു. ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ് ഐ വിൽ യൂസ് ഇറ്റ്. അടച്ചു വെക്കുന്ന നല്ല സ്മെല്ലല്ലേ? മണത്ത് വെക്ക് നല്ലോണം. നമ്മള് രാത്രിയൊക്കെ പുറത്ത് പോകുമ്പോഴേ ആരും നമ്മളെ ഉപദ്രവിക്കരുതെന്ന് വിചാരിച്ച് അടിക്കുകയാണെങ്കിൽ it will work, guys. I will suggest you light and free. Stay away from danger. So nice. സ്മെല്ലൊന്നും എടുത്തു. നല്ല സ്മെല്ല്. എനിക്ക് അടുത്ത ഏറ്റവും കൂടുതൽ ലൈക്ക് അവിടെ കുറെ സ്പ്രേ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എൻ്റെ സ്മെൽ. ഐ ഡോണ്ട് നോ, we both have different smell. Okay, സോ ഇതൊക്കെയാണ് നമ്മളുടെ ക്യൂട്ട് ആൻഡ് ടൈനി ഗിഫ്റ്റ്സ്. എനിക്ക് ഇതിൽ നിന്ന് ഏറ്റവും ഇഷ്ടമായത് ഏതാന്ന് വെച്ചാൽ പീക്കോടിരിക്കട്ടെ, വേറെ പറ. ഇതാണ്. ദിസ് ആൻഡ് ദിസ് ആൻഡ് രണ്ടും ഇഷ്ടമായി ആക്ച്വലി. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദിസ്. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ബിക്കോസ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണം എന്ന് പറഞ്ഞത് രണ്ടുമാണ്. ഓക്കെ, അതുകൊണ്ട് ഇതിലേതാ ഇഷ്ടമായത്? എനിക്കറിയാം ഒരിക്കലും ഇഷ്ടമായി എന്ന് പറയൂല. എനിക്ക് ഇഷ്ടമായത് ഏതാണെന്ന് വെച്ചാല്, എനിക്ക് ആക്ച്വലി എല്ലാം ഇഷ്ടമായി. ഇത് എനിക്ക് തോന്നുന്നത് അടിച്ചടിച്ച് വരുമ്പോൾ നേരാവുന്നു. പിന്നെ അതിനേലും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ സാധനത്തിനെയാണ്. സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ഇല്ല, കള്ളമെന്ന് മനസ്സിലായല്ലേ? സുഖിപ്പിക്കാൻ പറഞ്ഞാണെങ്കിലും ഫാന് നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേ നല്ലതായിരിക്കും. എന്നാലും ഒന്നും കൂടെ എനിക്ക് ഇഷ്ടമായത് കുപ്പിയാണ്. പക്ഷെ ദിസ് ഇസ് വെരി വെരി യൂസ്ഫുൾ. ഞാൻ അടിച്ചൊക്കെ നോക്കിയിരുന്നു. അടിച്ചു മാറ്റിയാ? പൊട്ടിക്കല്ലേ, അൺബോക്സ് ചെയ്യാനുള്ളതാ. കിള്ളിപ്പൊളിച്ച് പെണ്ണ്. ഞാൻ അങ്ങനെയാണ് ഗൈസ്, ഞാൻ എല്ലാം കിള്ളിപ്പൊളിക്കും. She's the കിളിപ്പൊളി of the life. Okay, let's not lag this video. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കട്ടെ, നമ്മൾ കാണിച്ചിരുന്നില്ല. കാരണം നമ്മൾ എന്ത് ഫുഡ് കഴിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. വെറുതെ നമ്മൾ വായിലിട്ട് മിണങ്ങി തിന്നോളൂ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. Happy Christmas Day.